ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൂറത്ത് നൂറിലെ 15-ാമത്തെ ആയത്തിൻ്റെ വിശദീകരണമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. 5 കാര്യങ്ങളാണ് ഈ ആയത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. 5 കാര്യങ്ങൾ. ഒന്ന് അൽസിനത്താണ്, നമ്മുടെ നാവുകൾ. 2 അഫ്വാഹാണ്, നമ്മുടെ വായ. 3 അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളിൽ നമ്മളെ നിലപാട്, മാലൈസലക്ക ബിഹി അല്ലും. നമുക്കറിഞ്ഞുകൂടാത്ത കാര്യങ്ങളിൽ നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കണം. 5 തഹ്സബുനു ഹയ്യന, നമ്മൾ നിസ്സാരമാക്കി കളയുന്ന ചില കാര്യങ്ങൾ. ഗൗരവമുള്ള കാര്യങ്ങളായിരിക്കും, പക്ഷേ നമ്മളതിനെ നിസ്സാരമാക്കും. നിസ്സാരമാക്കേണ്ട കാര്യങ്ങളെ നമ്മൾ വലിയ കാര്യത്തിലെടുക്കും ചെയ്യും. അതാണ് 4-ാമത്തെ കാര്യം. 5-ാമത്തെ കാര്യം, അള്ളാഹുവിൻ്റെ അടുക്കൽ ഗൗരവമുള്ള വിഷയം, ആ വിഷയത്തെക്കുറിച്ചുള്ള നമ്മുടെ നിലപാടുകൾ, നമ്മുടെ അറിവ്, നമ്മൾ ഏത് രൂപത്തിലാണ് ആ കാര്യങ്ങളെ കാണേണ്ടത്. ഇങ്ങനെ 5 കാര്യങ്ങളാണ് ഈ ആയത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ്. ഈ 5 കാര്യങ്ങളും നമ്മുടെ ഐഹിക ജീവിതത്തെയും പാരത്രിക ജീവിതത്തെയും വളരെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നാവുമായി ബന്ധപ്പെട്ട, നമ്മുടെ വായുവുമായി ബന്ധപ്പെട്ട, തൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ വിശദീകരിക്കുകയുണ്ടായി. അതിലേറ്റവും പ്രധാനം, നമ്മുടെ വായ് എന്ന് പറയുമ്പോൾ ചുണ്ട് മുതൽ നമ്മുടെ അണ്ണാക്ക് വരെ നിൽക്കുന്ന, നമ്മൾ അക്ഷരങ്ങൾ പുറപ്പെടുന്ന അതിൻ്റെ മഹ്റജുകളുള്ള സ്ഥലമാണ് വായ് എന്ന് പറയുന്നത്. ചുണ്ട് മുതൽ നമ്മുടെ അണ്ണാക്ക് വരെയുള്ള സ്ഥലം. അതിൽ ഒരു സ്ഥലം, അതിനകത്ത് ഒരുപാട് അവയവങ്ങളുണ്ട്. ചെറുനാക്കുണ്ട്, പല്ലുണ്ട്, നാവുണ്ട്, അങ്ങനെ പലതുണ്ട്. അതിൽ ഒന്ന് മാത്രമാണ് നാവ്. പക്ഷെ ആ നാവിനെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം എടുത്ത് പറയുന്നു. വായെന്ന് പറഞ്ഞാൽ തന്നെ അത് പെടും, പക്ഷേ നാവിനെ പറ്റി പ്രത്യേകം എടുത്ത് പറയുന്നു. എന്തുകൊണ്ടാണത്, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് നമ്മൾ കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായി വിശദീകരിച്ച് വന്നത്. ഇത് എന്തിനാണ് പഠിക്കുന്നത് ചോദിച്ചാൽ, നാളെ റബ്ബിൻ്റെ മുന്നിൽ നമ്മൾ മറുപടി പറയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഓരോന്നിനെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അലം നജ്അൽ ലഹു ഐനൈൻ, 2 കണ്ണിനെക്കുറിച്ചാണ്. കണ്ണ് തന്നില്ലയോ എന്ന് ചോദിച്ചാൽ, കണ്ണ് നമുക്കുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. തന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. 2 കണ്ണുകൾ നിങ്ങൾക്ക് നാം തന്നില്ലയോ എന്ന് ചോദിക്കുമ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ആ കണ്ണിനെക്കുറിച്ച് നാളെ ചോദ്യം ഉണ്ടെന്നുള്ളതാണ്. വലിസാനൻ വശഫത്തൈൻ, നാവും 2 ചുണ്ടും. അള്ളാഹു പറഞ്ഞു. എന്താ അതിൻ്റെ അർത്ഥം? അതിനെക്കുറിച്ചുള്ള ചോദ്യം ഉണ്ട് എന്നതാണ്. എന്തേ പല്ലിനെക്കുറിച്ച് പറയാതിരുന്നത്? പല്ലിനെക്കുറിച്ച് എന്താ പറയാതിരുന്നത്? പല്ല് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുള്ളത്, നമ്മുടെ ഭക്ഷണങ്ങൾ അത് ദഹിപ്പിക്കാൻ ആവശ്യമായ രൂപത്തിൽ അതിനെ ശരിയാക്കുന്നതിന് വേണ്ടി അള്ളാഹു തന്നിട്ടുള്ള ഒരു അവയവമാണെന്ത്? പല്ല് എന്ന് പറയുന്നത്. പല്ല് ഉള്ളവനാകട്ടെ ഇല്ലാത്തവനാകട്ടെ എന്തായിരുന്നാലും നാവിനെപ്പോലെയോ അല്ലെങ്കിൽ നമ്മളെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ പോലെയോ അല്ലെങ്കിൽ വായിനെ പോലെയോ ഒരു പ്രത്യേകമായ ഒരവസ്ഥ അതിനില്ലാത്തത് കൊണ്ടാണ് പല്ലിനെക്കുറിച്ച് അള്ളാഹു പ്രത്യേകം പറയാതെ പോയത്. എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ,
ഇപ്പം നമുക്കറിയാം മനുഷ്യനും മലക്കുകളും ജിന്നുകളും അള്ളാഹിൻ്റെ സൃഷ്ടിയാണ്, അല്ലേ? ആണ്. അള്ളാഹു തആല പറഞ്ഞു, മനുഷ്യനെയും ജിന്നിനെയും എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഞാൻ സൃഷ്ടിച്ചു എന്ന്. മലക്കിനെ പറഞ്ഞില്ല. മലക്കിനെ അള്ളാഹ് എന്തിനാ പഠിച്ചത്? മലക്കുകൾക്ക് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യണ പണി മാത്രമാണ്, അല്ലേ? മലക്കുകളെ പടച്ചതും എന്തിനാ? അള്ളാഹുവിന്. എന്തിനാ മലക്കുകളെ പറ്റി പറയാതിരുന്നത്? മനുഷ്യനും ജിന്നും അള്ളാഹു കൊടുത്ത പ്രകൃതി, അത് ആ മനുഷ്യനും ജിന്നും ശരിയായ രൂപത്തിൽ അത് ഉപയോഗപ്പെടുത്താനും തെറ്റായ രൂപത്തിൽ ഉപയോഗപ്പെടുത്താനുമുള്ള പ്രകൃതി ആർക്ക് കൊടുത്തിട്ടുണ്ട്? ജിന്നിന് കൊടുത്തിട്ടുണ്ട്. മലക്കിന് ആ പ്രകൃതി കൊടുത്തിട്ടില്ല. മലക്കുകൾക്ക് ചെയ്യാനേ പറ്റുള്ളൂ, ധിക്കരിക്കാൻ പറ്റൂല. അനുസരണക്കേട് കാണിക്കാനുള്ള പ്രകൃതി മലക്കുകൾക്കില്ല. മലക്കുകൾക്ക് തെറ്റ് ചെയ്യാനുള്ള പ്രകൃതി ഇല്ല, അനുസരണക്കേട് കാണിക്കാനുള്ള പ്രകൃതി ഇല്ല. അതുകൊണ്ട് മലക്കുകളെ ഞാൻ പടച്ചത് എനിക്ക് ഇബാദത്ത് ചെയ്യാനാണെന്ന് അള്ളാഹു പ്രത്യേകം പറഞ്ഞില്ല. അപ്പോൾ നാവും വായും അവിടെ പല്ല് പറയാതെ അതിനെ സംബന്ധിച്ച് അള്ളാഹു പറയാനുള്ള കാരണം അത് രണ്ടും നമുക്ക് നമ്മളെ ഈ ശരീരത്തിന് ഗുണകരമായും ദോഷമായിട്ടും ഏറെ ബാധിക്കാൻ സാധ്യതയുള്ള രണ്ട് അവയവങ്ങളാണ്. അതുകൊണ്ട് നന്നായി സൂക്ഷിക്കണം, നന്നായി ശ്രദ്ധിക്കണം. ഇതാണ് പറഞ്ഞത്. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ അമലുകളും നാവിൽ നിന്ന് വരുന്ന ഒരൊറ്റ വാക്കുകൊണ്ട് ഇല്ലാതെയാവും. എല്ലാം നഷ്ടപ്പെട്ടു പോകും, എല്ലാ പ്രവർത്തനവും നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ നമ്മൾ പള്ളിയിലിരുന്ന് ദിക്ർ ചൊല്ലി ഖുർആൻ ഓതി സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ ഒരുപാട് ദിക്റുകൾ, ഇതൊക്കെ നമ്മളെ നാവിൽ നിന്ന് വന്നതാണ് ആ വാക്കുകളൊക്കെ. എന്നിട്ട് നമ്മളതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി നമ്മൾ വീട്ടിലെത്തി വീട്ടുകാരോട് മോശമായ രൂപത്തിൽ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു കൂട്ടുകാരനെ കണ്ട് അവനുമായി വഴക്കിട്ട്, പിന്നെ നമ്മളെ തൊള്ളിയിൽ നിന്ന് വന്നതൊക്കെ വഴക്കിട്ട് സംസാരിച്ചപ്പം വേറെ കുറേ തോന്നിയവാസങ്ങളും വേണ്ടാത്ത വർത്തമാനങ്ങളൊക്കെയാണ്. ഇതോടുകൂടി എന്തായി എന്ന് ചോദിച്ചാൽ, അള്ളാഹുവിനെ നമ്മൾ പുകഴ്ത്തി പറഞ്ഞ, അള്ളാഹുവിനെ സ്മരിച്ചു പറഞ്ഞ, അള്ളാഹ്ക്ക് തസ്ബീഹും തഹ്ലീലും തക്ബീറും ഒക്കെ ചൊല്ലിയ ഈ നാവ് അശുദ്ധമായി മാറി. ആ നാവ് മലിനമായി മാറി. അത് മലിനമായി മാറി, അശുദ്ധമായി മാറി. നമ്മളെ അമലുകളൊക്കെ അതോടുകൂടി എന്തായി? ആ ചെയ്ത അമലൊക്കെ അടുപ്പോവും. അപ്പോൾ അതുകൊണ്ട് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് അല്ലാഹു തആല ഈ വിഷയത്തിൽ പറഞ്ഞത്. ഇനി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ആവർത്തിക്കുന്നില്ല. നിങ്ങൾ ഇതേ സൂറത്തിൽ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് പറഞ്ഞ ആയത്ത് ഏതായിരുന്നു? ഇതേ സൂറത്തിലെ ഏതൊരായത്തെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞില്ലേ? 24-ൽ 22 പറഞ്ഞോ? പറഞ്ഞല്ലോ. എന്തായിരുന്നു ആ പറഞ്ഞത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ഇവിടെ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ മനസ്സിലാവും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഈമാൻ എത്രമാത്രമാണ് എന്ന്. ഞാൻ പറയണ്ടല്ലോ. സിദ്ദീഖുൽ അക്ബറിൻ്റെ പ്രത്യേകത പറയണോ? വേണ്ട, എല്ലാവർക്കും അറിയാം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിനെ അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ ഇറങ്ങിയ ആയത്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം കേട്ടത്. ഇതേ സൂറത്ത് നൂറിലെ എന്തായിരുന്നു വിഷയം? ഞാനിനി ചെലവിന് കൊടുക്കൂല എന്നേ പറഞ്ഞിട്ടുള്ളൂ. ആര്? അതിന് കാരണമുണ്ട്. എന്താ കാരണം? സിദ്ദീഖുൽ അക്ബറിൻ്റെ മകളായ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ പറ്റിയിട്ട് അപവാദം പറഞ്ഞ് പരത്തിയ കൂട്ടത്തിൽ മിസ്തഹ് ഉണ്ടായിരുന്നു. മിസ്തഹ് എന്ന് പറഞ്ഞാൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അതിന് ചെലവിന് കൊടുക്കുന്ന, ആ കുടുംബം പോറ്റുന്നത് അദ്ദേഹമാണ്, സിദ്ദീഖുൽ അക്ബർ. അപ്പം ഇങ്ങനെ ഞാൻ തീറ്റിപ്പോറ്റുന്ന ചെലവിന് കൊടുക്കുന്ന കുടുംബത്തിലെ ഒരാൾ എൻ്റെ മകളെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞു, ഇനി ഞാൻ അങ്ങനെ ചെയ്യൂല എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് വന്ന ആ ഒരു വാക്കിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ ഓതിയ ആയത്തിലൂടെ
22-ാമത്തെ ആയത്തിൽ വലാ ഇത്തലി ഉലുൽ ഫദ്ലി മിൻകും വസ്സഅത്തി, നിങ്ങളെ കൂട്ടത്തിൽ ശ്രേഷ്ഠതയും കഴിവുമുള്ള ആളുകൾ. മനസ്സിലായില്ലേ? അതാരാ? ആരെപ്പറ്റിയാണ് പറഞ്ഞത്? നാലോചിച്ച് നിങ്ങൾ. അപ്പോൾ നമ്മൾ ഇതിലൊക്കെ അല്ലാഹുത്തആല എന്ന് പറഞ്ഞാൽ നബിൻ്റെ കൂടെ എപ്പോഴും ഇബാദത്തിലൊക്കെ ആയിട്ട് കഴിയുന്ന അദ്ദേഹത്തിൻ്റെ ഈമാനും നമ്മളെല്ലാവരും ഈമാനും കൂടി തൂക്കിയാൽ അദ്ദേഹത്തിന് ഈമാനാ കനം തൂങ്ങുക. അത്രയും ശ്രേഷ്ഠതയുള്ള ഒരു മനുഷ്യനാണ്. അതാണ് ഉലുൽ ഫദ്ൽ എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ അടുക്കൽ നമ്മൾ ആരായിരുന്ന എന്താ നമുക്ക് പഠിക്കാനുള്ള പാഠം? നമ്മൾ ആരായിരുന്നാലും ശരി, എത്ര വലിയ പണ്ഡിതനാണെങ്കിലും എത്ര വലിയ ഉന്നത സ്ഥാനമുള്ള ഒരാളാണെങ്കിലും നമുക്ക് എത്ര നന്മകളുണ്ടെങ്കിലും ശരി, നമ്മളെ വായിൽ നിന്ന് നമ്മളെ നാവിൽ നിന്ന് വരുന്നൊരു വാക്ക് അതെല്ലാം നഷ്ടപ്പെടുത്തുമെന്നാണ് ഈ ആയത്ത്. ഒന്നും ഒരു തോന്നിയാസവും ഒരു വേണ്ടാത്ത വർത്തമാനവും ഒരു അനാവശ്യ വാക്കും ആര് പറഞ്ഞിട്ടില്ല? അള്ളാഹുവിന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞ വാക്കെന്താണ്? ഞാനിനി അതേ പറഞ്ഞിട്ടുള്ളൂ, അതേ ചെയ്യുന്നു. ആ ഒരു വാക്കിൻ്റെ, അതാണ് ഞാൻ പറഞ്ഞത്, ആ വാക്കിൻ്റെ ഗൗരവം എത്രയാണ്. നമ്മൾ നിസ്സാരമാക്കി കണക്കാക്കുന്ന പല കാര്യങ്ങളും അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെ ഗൗരവമുള്ള കാര്യമാണ്. അള്ളാഹു അർശിൽ നിന്ന് ആയത്തിറക്കാണ്, ഇതുണ്ടാകാൻ പാടില്ല. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? വിട്ടുവീഴ്ച ചെയ്യണം. വലിയ അഫു വല്യസ്ഫഹു, കണ്ട, വിട്ടുവീഴ്ച ചെയ്യണം, മാപ്പ് കൊടുക്കണം. നമ്മളെ കൊണ്ടൊക്കെ ഇതിന് പറ്റുമോ? നമ്മളൊക്കെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ അതാര് തമ്മിൽ, സ്വന്തം ജേട്ടനുജന്മാരും പിന്നെ സ്വന്തം ആങ്ങളപ്പങ്ങന്മാരും മാതാപിതാക്കളും മക്കൾ തമ്മിൽ വരെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടായി സംസാരിച്ച്, അങ്ങനെ ആ സംസാരമാണ് പലപ്പോഴും ഹൃദയങ്ങൾ തമ്മിൽ അകൽച്ചയിലേക്ക് എത്തിക്കുക. യോജിച്ച് നിൽക്കേണ്ട, ഐക്യപ്പെടേണ്ട ഹൃദയങ്ങൾ തമ്മിൽ അകറ്റുന്നത് നമ്മുടെ നാവാണ്, വാക്കാണ്, ചില സംസാരങ്ങളാണ്. ആ സംസാരങ്ങൾ എന്തായിപ്പോയി? മനസ്സുകളെ അകറ്റിക്കളഞ്ഞു. മനസ്സുകൾ തമ്മിൽ വലിയ അകലുണ്ടായി, അടുക്കാൻ പറ്റാത്ത അകലുണ്ടായി. അങ്ങനെ ഉണ്ടാകരുത് എന്നാണ് പറയണത്. കുറേ കാലം അങ്ങനെ തെറ്റി നിന്ന് അവസാനം ഈ മനുഷ്യൻ മരിച്ചതിന് ശേഷം പുറത്തു കൂടി ഞാൻ മാപ്പാക്കിയെന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് എത്താതെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അത് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റണം. എനിക്ക് അങ്ങനെ എന്നോട് ഇങ്ങനെ ഒരു അകന്ന അവസ്ഥയിലാണ് ആ മനുഷ്യൻ മരണപ്പെട്ടു പോയത്. അത് സ്വന്തം ചിലപ്പോൾ വാപ്പാവും ഉമ്മാവും അല്ലെങ്കിൽ ജേട്ടന്മാരാകും. അതിൻ്റെ ഗൗരവം ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ എത്രമാത്രമായിരിക്കും. മരിക്കണ മുമ്പ് തന്നെ ആ ബന്ധം ഊട്ടി ഉറപ്പിച്ച് ആ സ്നേഹത്തോടെ സന്തോഷത്തോടെ ആ വ്യക്തിക്ക് മരിക്കാൻ കഴിഞ്ഞാൽ എത്രമാത്രം റാഹത്തായിരിക്കും, അല്ലെങ്കിൽ എത്ര സങ്കടകരമായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. അതിനെ കാത്തിക്കണം. അതാണ് അള്ളാഹു പിന്നീട് ആ ആയത്തിൽ ചോദിച്ചത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം ഓതിയ ആയത്ത അലാ തുഹിബ്ബൂന ഐ യഗ്ഫിറല്ലാഹു, നിങ്ങൾക്ക് അള്ളാഹ് മഗ്ഫിറത്ത് നൽകാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? എന്താ എപ്പോഴാണ് നമ്മൾ മഗ്ഫിറത്തിന് ചോദിക്കൽ? എല്ലാവരും നിർബന്ധമായും ഇപ്പം നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടണം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാപ്പ് വിട്ടുവീഴ്ച ചെയ്യണം, പുറത്തു തരാൻ വേണ്ടി. എൻ്റെ പാപം പൊറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാത്രമല്ലല്ലോ പ്രാർത്ഥിക്കുക, ആണോ? എൻ്റെ പാപം പുറത്തു തരാൻ വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണം, നിങ്ങളെ പാപം പുറത്തു തരാൻ വേണ്ടി ഞാനും പ്രാർത്ഥിക്കണം, അല്ലേ? അതല്ലേ മുസ്ലിമീങ്ങൾക്കിടയിലുള്ള രീതി? അതല്ലേ? നമ്മൾ നിർബന്ധമായും വേറൊരാൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിന് വേണ്ടി പ്രാർത്ഥിക്കണ ഘട്ടപ്പളാ, അല്ലേ? മയ്യത്ത് നിസ്കരിക്കുമ്പോഴാണ് നിർബന്ധമായിട്ട് നമ്മളെല്ലാവരും പടച്ചോനെ പുറത്തു കൊടുക്കും, പടച്ചോനെന്ന് പ്രാർത്ഥിക്കണത്. അള്ളാഹ് ചോദിക്കണം അലാ തുഹിബ്ബൂന, നിങ്ങൾക്ക് അള്ളാഹ് പുറത്ത് തരാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ എന്നാണ് ചോദിക്കണത്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? നിങ്ങൾ അയാൾക്ക് പുറത്ത് കൊടുത്താളി എന്നാണ് പറഞ്ഞത്. കണ്ട, ആ വ്യക്തിക്ക് നിങ്ങൾ മാപ്പ് കൊടുക്കി. ആ വ്യക്തി നിങ്ങളോട് എന്തെങ്കിലും അന്യായം ചെയ്തിട്ട് അത് മനസ്സിൽ വെച്ച് നടക്കല്ലേ, അത് മനസ്സിൽ വെച്ച് എന്നും ഒരു വിരോധമായി കൊണ്ട് നടക്കല്ലേ, അത് മാപ്പാക്ക്, വിട്ടുവീഴ്ച ചെയ്യേ. എന്നിട്ട് അള്ളാഹ് ചോദിക്കുക നിങ്ങൾക്ക് അള്ളാഹ് പുറത്തു തരാൻ ഉദ്ദേശിക്കുന്നില്ലേ എന്ന്. കണ്ടോ? അപ്പോൾ ഞാൻ ഈ പറഞ്ഞ വിഷയമായിട്ട് അതിന് ബന്ധമുണ്ടെന്ന് അർത്ഥം. എന്നിട്ട് അള്ളാഹ് പറയാണ് വല്ലാഹു ഗഫൂറുർ റഹീം. അപ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഈ സംഭവം പറഞ്ഞതിന് ശേഷമാണ് പിന്നീട് അല്ലാഹു തആല പറഞ്ഞത് യൗമ തശ്ഹദു അലൈഹിം. എത്രാമത്തെ ആയത്ത്? അതേ 24-ാമത്തെ ആയത്ത്. അതേ സൂറത്തു നൂർ എത്രാമത്തെ സൂറത്താ? 24-ാമത്തെ സൂറത്തിൽ 24-ാമത്തെ ആയത്ത്. എന്താ അള്ളാഹ് പറയുന്നത്? യൗമ തശ്ഹദു അലൈഹിം അൽസിനത്തുഹും. കണ്ട, നിങ്ങളുടെ
നാവുകൾ നിങ്ങൾക്ക് എതിരിൽ സാക്ഷി പറയുന്ന ദിവസം. നിങ്ങളുടെ നാവുകൾ നിങ്ങൾക്ക് എതിരിൽ സാക്ഷി പറയുന്ന ദിവസം. മരിക്കണത് വരെ നമ്മളെ സ്വന്തം നാവ് നമുക്കെതിരിൽ പറയില്ല. ശരിക്കും ചിന്തിക്കണം കേട്ടോ. മരിക്കണത് വരെ നമ്മളെ നാവ് നമുക്കെതിരിൽ ഒന്നും പറയില്ല. നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും നമ്മളെ ന്യായീകരിക്കാനേ ശ്രമിക്കുള്ളൂ. നമ്മളെ നാവ് നമുക്ക് അനുകൂലമായിട്ടേ പറയുള്ളൂ. നമുക്ക് എതിരായിട്ട് നമ്മളെ നാവ് ഒന്നും പറയില്ല, നമുക്കെതിരായിട്ടൊന്നും പറയില്ല. എന്നാൽ ഇത് ആരാണ് ഈ സംവിധാനിച്ചത്? അല്ല, അതെല്ലാം ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ചല്ല പറഞ്ഞത്. നമ്മൾ സ്വയം നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ന്യായീകരിച്ച് നമുക്ക് അനുകൂലമായിട്ടാണ് നമ്മളെപ്പോഴും നമ്മൾ പറയുക. ഇനി നമ്മളെ നാവ് നമുക്ക് എതിരായിട്ട് പറയൽ എപ്പോഴാണ്? മരണത്തിന് ശേഷം. അല്ല, അവിടെ നമുക്ക് നമ്മളെ നാവിനെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. ഇപ്പം നമുക്ക് നമ്മളെ നാവിനെ കൺട്രോൾ ചെയ്യാം, അവിടെ നമുക്കതിന് പറ്റൂല. ആ നാവ് നമുക്ക് എതിരിൽ സാക്ഷി പറയും. കണ്ട, വഅയ്ദീഹിം വഅർജുലുഹും ബിമാ കാനൂ യഅമലൂൻ. നിങ്ങളെ കാലുകളും നിങ്ങളെ കൈകളുമൊക്കെ നിങ്ങളാ പ്രവർത്തിച്ചതിന് എതിരിൽ സാക്ഷി പറയും. എന്താണ് ഈ പറഞ്ഞത് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, ഓർമ്മണ്ട? ഈ ആയത്തിൻ്റെ ഈ കൈകൾ, നാവും കൈയും കാലും നിങ്ങൾക്കെതിൽ സാക്ഷി പറയുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതഷ്ഹദു അർജുലുഹും ബിമാ കാനൂ. അതാണ് അതിൻ്റെ ശറഹ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ വായ്ക്ക്, നമ്മളെ നാവും വായും ഉൾക്കൊള്ളുന്നതിന് അള്ളാഹു സീല് വെക്കും. എന്ന് പറഞ്ഞാൽ ഒന്നും മിണ്ടാൻ നമ്മളെക്കൊണ്ട് പറ്റൂല. കണ്ട, നമ്മളെ കൈയും കാലും നമുക്കെതിരിൽ സാക്ഷി സംസാരിക്കും. അപ്പോൾ ചോദിക്കും, ഖുർആൻ ആയത്ത് കാണാം, ഇതിനൊക്കെ വിശദീകരണങ്ങൾ വേറെയുണ്ട്, നമ്മളെ വിഷയമല്ലാത്തതുകൊണ്ടാണ്. അപ്പം സ്വാഭാവികമായിട്ടും ചോദ്യം എന്താണ്? പടച്ചോനെ, ഭൂമിയിൽ വെച്ച് എൻ്റെ നാവായിരുന്നല്ലോ സംസാരിച്ചിരുന്നത്, ഇപ്പം എൻ്റെ കയ്യും കാലും സംസാരിക്കണം എന്താ? എൻ്റെ കയ്യും കാലും സംസാരിക്കും. നാവാണല്ലോ സംസാരിക്കാൻ, ദുനിയാവിൽ സംസാരിക്കണ നാവാണ്. അപ്പോൾ കയ്യും കാലും എങ്ങനെ സംസാരിക്കുക? എന്താ എൻ്റെ മറുപടി? കയ്യെന്താ? കയ്യെന്ന് പറഞ്ഞാൽ കുറേ എല്ലും തോലും അല്ലേ? കുറേ രക്തവും കുറേ മാംസവും ഒക്കെയാണ് എന്ത്? കയ്യും കാലുമൊക്കെ. നാവും അങ്ങനെ തന്നെയാണ്. നാവ് എന്ന് പറഞ്ഞാൽ ഒരു ഇറച്ചി കഷ്ണമാണ് അല്ലേ? ആണ്, ശരീരത്തിലൊരവയം മാത്രമാണ്. അപ്പോൾ ആ നാവ് സംസാരിച്ചുവെങ്കിൽ ആ നാവിനെ കൊണ്ട് സംസാരിപ്പിച്ചത് ആരാ? അള്ളാഹു. ആ അള്ളാഹ്ക്ക് കയ്യിനെ കൊണ്ടും കാലിനെ കൊണ്ടൊക്കെ സംസാരിപ്പിക്കാൻ കഴിയും. വേറൊന്നുമില്ല, അതിൽ അത്ഭുതമൊന്നുമില്ല. അതുകൊണ്ടാണ് ഈ ആയത്ത് വളരെ ഗൗരവമുള്ള ആയത്ത്. അതാണ് അള്ളാഹ് നിങ്ങൾക്ക് നാവ് നൽകിയില്ലേ എന്ന് ചോദിച്ചതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്നതാണ് പറഞ്ഞത്. ഇനി നിങ്ങൾ പരിശോധിക്കേണ്ടത് 48-ാം അധ്യായം, സൂറത്തുൽ ഫതഹ്. മറിച്ചോ? ആയത്ത് ഞാൻ പറയാം, അതിന് മുമ്പ് ശ്രദ്ധിക്കുക. നാവ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ, നമ്മൾ സംസാരിക്കുമ്പോൾ ഹൃദയത്തിലില്ലാത്തൊരു കാര്യം നമ്മൾ പറയരുത്. നമ്മളെ നാവ് എന്തൊരു കാര്യം പറയുകയാണെങ്കിലും നാവിന് ഹൃദയവുമായിട്ടൊരു ബന്ധമുണ്ട്. ഹൃദയത്തിലില്ലാത്തൊരു കാര്യം നിങ്ങൾ വായ കൊണ്ട് പറയരുത്. ഇതാണ് അള്ളാഹു നമ്മൾ കാണാൻ പോകുന്ന ആയത്തിൽ പറയുന്നൊരു വിഷയം. അതാണ് എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായി സത്യസന്ധമായിട്ടല്ലാതെ നമ്മൾ നാവിനെ ഉപയോഗപ്പെടുത്തരുത്. എല്ലാം ആത്മാർത്ഥതയോടുകൂടി ആയിരിക്കണം. കാരണം എന്താ? ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു കാര്യവും അവൻ്റെ ഇബാദത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമാണ്. ഈ ഇബാദത്തുകളിലെല്ലാം ആത്മാർത്ഥത വേണം, സത്യസന്ധത വേണം. ഇതില്ലാത്തതാണ് ഇന്ന് പല കുടുംബങ്ങളിലും പല ആളുകൾക്കിടയിലും പല സമൂഹത്തിലും ഏറ്റവും വലിയ പ്രശ്നതാണ്. ആത്മാർത്ഥമായി ഒരു തരം അഭിനയ ജീവിതമാണ് നമ്മൾ ഈ ലോകത്ത് കാണുന്നത്. സത്യത്തിൽ പറയാം,
കാരണം ഞാൻ എപ്പോഴും ചിന്തിക്കണത് എൻ്റെ സ്വന്തം കാര്യത്തെക്കുറിച്ചും. ഇപ്പം ഞാൻ നിങ്ങളോട് ഒരു നല്ല വാക്ക് പറയുകയാണെങ്കിൽ, ഒരു ബന്ധം പുലർത്തുകയാണെങ്കിൽ എനിക്ക് എന്ത് നേട്ടം എന്ന് ഞാൻ ചിന്തിക്കുന്നു. എൻ്റെ സ്നേഹപ്രകടനങ്ങൾ പോലും കാര്യലാഭത്തിനായി മാറുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിക്കുകയാണ്. അത് എങ്ങനെയെന്ന് വെച്ചാൽ, മക്കൾ മാതാപിതാക്കളെ സ്നേഹിക്കുന്നത് പോലും ആ ഉപാധികൾ വെച്ച ഉള്ളൊരു കാലമാണ്. മാതാപിതാക്കളെ മക്കൾ സ്നേഹിക്കുന്നതും മക്കൾ മാതാപിതാക്കളെ സ്നേഹിക്കുന്നതും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹവും ഇതെല്ലാം ഒരു തരം അഭിനയം മാത്രമായി, ആത്മാർത്ഥതയില്ലാതെ എവിടെയൊക്കെ നടക്കുന്നുണ്ടോ അവിടെയൊക്കെയും ജീവിതം ദുസ്സഹമായിരിക്കും, പ്രയാസമുള്ളതായിരിക്കും. നമ്മളൊരാളോടൊരു വാക്ക് പറയുമ്പം അത് സത്യസന്ധമായിരിക്കണം, ആത്മാർത്ഥമായി മനസ്സിൽ തട്ടിയത് തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ആ കാര്യം പറയാൻ പോകരുത്. ഞാൻ ചെയ്യാം എന്നൊരാളോട് വാക്ക് കൊടുത്താൽ അത് മനസ്സിൽ തട്ടി പറയണം. വെറുതെ നമ്മൾ ഈ ഒരു രാഷ്ട്രീയമാണെങ്കിലും തെരഞ്ഞെടുപ്പാണെങ്കിലും ഏത് സമയമാണെങ്കിലും ശരി, നമ്മൾ എന്ത് പറയുമ്പോൾ, എന്ത് വാഗ്ദാനം ചെയ്യുമ്പോൾ, നമ്മൾ പറയാൻ പറ്റാത്തൊരു കാര്യം നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, പറയാം. നമ്മൾ ഹൃദയത്തിൽ ഒരു കാര്യം ഉള്ളത് മാത്രമേ പറയാവൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊരു വലിയ ഉദാഹരണത്തിൽ ഒരു സംഭവത്തെ, ഒരു നബിൻ്റെ കാലത്ത് നടന്നൊരു സംഭവം, അതിനെ ഉദ്ധരിച്ചുകൊണ്ട് ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ ആയത്തുകളാണ് നമുക്ക് വായിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ സൂറത്തുൽ ഫതഹിലെ 8 മുതൽ 14 വരെയുള്ള ആയത്തുകൾ, 8 മുതൽ 14 വരെയുള്ള ആയത്തുകൾ ഖുർആനിൽ നോക്കിക്കോളി. 8 മുതൽ 14 വരെയുള്ള ആയത്തുകൾ ഓതിക്കോളി. أرسلناك شاهدا ومبشرا ونذيرا لتؤمنوا بالله ورسوله وتعزروه وتوقروه وتسبحوه بكرة وأصيلا إن الذين يبايعونك إنما يبايعون الله يد الله فوق أيديهم فمن نكث فإنما ينكث على نفسه ومن أوفى بما عاهد عليه الله فسيؤتيه أجرا عظيما سيقول لك المخلفون من الأعراب شغلتنا أموالنا وأهلنا فاستغفر لنا يقولون بألسنتهم ما ليس في قلوبهم قل فمن يملك لكم من الله شيئا إن أراد بكم ضرا أو أراد بكم نفعا بل كان الله بما تعملون خبيرا بل ظننتم أن لن ينقلب الرسول والمؤمنون إلى أهليهم أبدا وزين ذلك في قلوبكم وظننتم ظن السوء وكنتم قوما بورا ومن لم يؤمن بالله ورسوله فإنا أعتدنا للكافرين سعيرا ولله ملك السماوات والأرض يغفر لمن يشاء ويعذب من يشاء وكان الله غفورا رحيما سيقول المخلفون إذا انطلقتم إلى مغانم لتأخذوها ذرونا نتبعكم يريدون أن يبدلوا كلام الله قل لن تتبعونا كذلكم قال الله من قبل فسيقولون بل تحسدوننا بل كانوا لا يفقهون إلا قليلا
ആയത്തിൻ്റെ ആശയങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഒഴിവുള്ള സമയത്തൊന്ന് വായിച്ച് നോക്കുക. ഇതിൽ അള്ളാഹു പറഞ്ഞ വിഷയം ഇതാണ്. നബിൻ്റെ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചത് മുബശ്ശിറും നദീറുമായിട്ടാണ്. അതുകൊണ്ട് ആ പ്രവാചകനെ നിങ്ങൾ പിന്തുണ കൊടുക്കണം, സഹായിക്കണം. ഇതൊക്കെയാണ് നമ്മൾ ഒന്നാമത്തെ ആയത്ത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിന് പുറപ്പെടാൻ വേണ്ടിയിട്ട് കൽപ്പന കൊടുക്കുമ്പോൾ ഒരു യുദ്ധത്തിന് പുറപ്പെടണം എല്ലാവരും. അപ്പോൾ ആ സമയത്ത് ചില ആളുകൾ അതിൽ നിന്ന് പല കാരണങ്ങൾ പറഞ്ഞ് മാറി നിന്നു. ഇതാരാണ്? മുസ്ലിം സൊസൈറ്റിയിൽ മുസ്ലിം സമൂഹത്തിലുള്ള ആൾക്കാരാണ്, മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ അവരിങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞു മാറി നിൽക്കുകയും അങ്ങനെ മാറി നിന്നിട്ട് പിന്നീട് അവർ നബിൻ്റെ അടുക്കൽ വന്നിട്ട് നബിനോട് ആ പറഞ്ഞ വിഷയത്തെക്കുറിച്ച് അതിൻ്റെ ആത്മാർത്ഥതയില്ലായ്മയെക്കുറിച്ച് അള്ളാഹു പറയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വഹി ഇറങ്ങുന്ന കാലത്ത് വഹി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നടക്കുന്ന സംഭവം അള്ളാഹു വഹിയിലൂടെ അറിയിക്കും. നമുക്കിടയിലും ഇതൊക്കെ മുസ്ലിം സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട്. എന്നാൽ ഇപ്പോൾ വഹി ഇറങ്ങാത്ത സമയമായതുകൊണ്ട്, വഹി നിന്ന കാലമായതുകൊണ്ട് വഹി ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ പറയുന്നു എന്നറിയില്ല. ഞാൻ ഈ രായത്ത് മാത്രം നിങ്ങൾ നോക്കി. സയക്കൂൽ 11-ാമത്തെ ആയത്ത് ഇപ്പം നിങ്ങൾ ഓതിൽ 11-ാമത്തെ ആയത്ത്. സയക്കൂലു ലക്കൽ മുഹല്ലഫൂന മിനൽ അറാബി, അറാബികളിൽപ്പെട്ട ഇതിൽ മാറി നിന്ന ആൾക്കാർ എന്താണ് നബിയോട് പറയാം? നബിയെ താങ്കളോട് പറയും വന്നിട്ട് പറയാൻ പോണ സംഗതി അള്ളാഹു അറിയിക്കുകയാണ്. എന്താ പറയുക? ഷഗലത്തിന അംവാലുന വാഹുലൂന, ഞങ്ങളെ ചെറിയ കുടുംബ പ്രശ്നം, ഞങ്ങളെ ചില കച്ചവടം ബിസിനസ്, ഞങ്ങളെ മുതൽ അത് ഞങ്ങളെ ഷുഗലാക്കി. ഷഗലത്തിന് പറഞ്ഞാൽ ഷുഗലാക്കി, ഞങ്ങളെ തിരക്കിലാക്കി. ഷഗലാണ് ടു ബിസി, നമ്മൾ സാധാരണ ബിസിയാകുക എന്ന് പറയില്ല, അതിനാണ് അറബിയിൽ ഷഗല എന്ന് അറബിയിൽ പറയാം. ഞങ്ങൾ ആ വിഷയത്തിൽ ബിസിയായി. കുറച്ച് അങ്ങനെ മുതലിൻ്റെ കാര്യം, കച്ചവടം ബിസിനസ് എന്താണോ അല്ലെങ്കിൽ ജോലി, ഇങ്ങനെയുള്ള കാരണങ്ങൾ എന്താണോ അത് പറയും. കുറച്ച് കുടുംബത്തിൻ്റെ കുറച്ച് പ്രശ്നമുണ്ട്, അതുകൊണ്ട് തന്നെയായിരുന്നു. അതുകൊണ്ട് ഫസ്തഗ്ഫിർലന, ഓർക്ക് അറിയാം ഇത് സംഭവം ഇസ്തിഗ്ഫാർ വേണ്ട വിഷയമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് നിങ്ങൾ പൊറുക്കലിനെ തേടണം, ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് നിങ്ങൾ പൊറുക്കലിനെ തേടണം എന്ന് പറഞ്ഞു. ഈ പൊറുക്കലിനെ തേടണമെന്ന് പറഞ്ഞ വിഷയത്തിൽ പോലും എന്താണ് അള്ളാഹ് പറയാണ്? യഖൂലൂന ബി അൽസിനത്തിഹിം, അവരെ നാവ് കൊണ്ടാണ് അവരത് പറയുന്നത്. മാ ലൈസ ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിൽ അതില്ല, ഹൃദയത്തിലില്ലാതെയാണ് അവർ പറയണത്. ഇത് വഹി ഇറങ്ങുന്ന കാലത്തുള്ള സംഗതി ആയതുകൊണ്ട് അള്ളാഹു എന്താക്കി? വഹിയിലൂടെ അറിയിച്ചു. ഇതെന്തിനാണ് വഹിയിലൂടെ അറിയിച്ചത്? ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും പാഠമാണിത്. നമ്മൾ ഒരു വാക്ക് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അത് ആത്മാർത്ഥമായും സത്യസന്ധമായിട്ടും തന്നെ പറയുക. കാരണം എന്താണ്? ഇത് നാളെ പരലോകത്ത് റബ്ബ് ചോദിക്കപ്പെടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും ആർക്കും വേണ്ട. അള്ളാഹു ചോദിക്കുക തന്നെ ചെയ്യും. അവിടെ നമുക്ക് മറുപടി പറയാൻ കഴിയണം. അതുകൊണ്ട് നമ്മുടെ നാവ് നന്നായാൽ നമ്മുടെ ജീവിതം നന്നാകും, നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നാവും. ഒരു കുടുംബം നല്ല നിലക്ക് പോകണമെങ്കിൽ, ഒരു കുടുംബത്തിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ, നല്ല നിലക്കൊരു കുടുംബം പോകണമെങ്കിൽ ആ കുടുംബത്തിലെ ആ വീട്ടിലെ എല്ലാവരുടെ നാവും നല്ല നാവാകണം. പ്രശ്നങ്ങൾക്കൊക്കെ കാരണം ഈ നാവിൻ്റെ തെറ്റായ ഉപയോഗം തന്നെയാണ്. പറയേണ്ടടുത്ത് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടി വരും. ചില കടുപ്പിച്ച് പറയേണ്ട വിഷയങ്ങൾ അങ്ങനെ തന്നെ പറയേണ്ടി വരും. അവിടെ നമ്മൾ നിസ്സാരാക്കിയാൽ വിഷയം ഗൗരവമുള്ളതാവും. അങ്ങനെയാണ്. ഒരു വീട്ടിൽ ഷിർക്ക് നടക്കുന്നുണ്ടെങ്കിൽ ഷിർക്ക് ഗൗരവമായിട്ട് ഇടപെടേണ്ടി വരും. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? അത് ചെയ്യണവർ ചെയ്തോട്ടെ, നമ്മൾ ചെയ്യണില്ല എന്നല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റില്ല. അതേ സമയത്ത് ഗൗരവമില്ലാത്ത പല കാര്യങ്ങളും നമ്മൾ വളരെ ഗൗരവത്തിൽ സംസാരിച്ച വീട്ടിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും. അതുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് നാവിനെ എങ്ങനെ ഉപയോഗിക്കണമെന്ന ഓരോ കാര്യങ്ങളാണ് ഇപ്പം ഇന്ന് നമ്മൾ പഠിച്ചത്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലും ഇന്നത്തെ ക്ലാസ്സിലും നമ്മൾ പഠിച്ചത്, ഒന്ന്, നമ്മൾ വളരെയധികം നാവിന് ശ്രദ്ധിക്കണം. നമ്മൾ ആരായിരുന്നാലും ചില വാക്കുകൾ നിസ്സാരമായി പറയുന്ന, എനിക്ക് ഞാൻ ചിലവിന് തരൂല, അന്നെ ഞാൻ നോക്കൂല, നമ്മൾ അങ്ങനെ ഉണ്ട് പിന്നെ ആ ഒരു വിഷയത്തെ അതേ ഒരു കാര്യമൊക്കെ കണക്കാക്കണ്ട. അപ്പം ഭാര്യനോട് പറയാണ് ദേഷ്യം പിടിച്ചപ്പം, അന്നെ ഞാൻ നോക്കൂല, എനിക്ക് ഞാൻ ചിലവിന് തരൂല. മക്കളോട് വാപ്പ പറയാ, എനിക്ക് ഞാൻ ചിലവിന് തരില്ല, അന്നെ ഞാൻ നോക്കൂല എന്നൊക്കെ അത് പറയാണ്.
അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം ഉണ്ടായപ്പോൾ അതാണ്ട് പറയാണ്. ആ പറയുന്നൊരു കാര്യത്തെ നിങ്ങൾ എന്ത് ചെയ്യണ്ട, നിസ്സാരമായിട്ട് കണക്കാക്കണ്ട, അങ്ങനെ പറയാൻ പാടുണ്ടോയെന്നും ചിന്തിച്ചാളെ. രണ്ടാമത്തെ കാര്യം ഇപ്പോൾ പറഞ്ഞത്, ആത്മാർത്ഥമായി ഹൃദയത്തിലില്ലാത്തൊരു കാര്യം നമ്മൾ എന്ത് ചെയ്യണ്ട, സംസാരിക്കാൻ പോകേണ്ടതില്ല. ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ തട്ടിയേ സംസാരിക്കാൻ പാടുള്ളൂ. ഇതൊക്കെ നാവിനെ എങ്ങനെ, നാവ് തന്ന റബ്ബ് ഈ നാവിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നുകൂടി നമുക്ക് വഹിയായിട്ട് അറിയിക്കുന്നു. ഇതാണ് നൂറ്, ഇതാണ് പ്രകാശം, ഇതാണ് വീട്ടിലേക്ക് എത്തേണ്ട പ്രകാശം, കുടുംബത്തിലേക്ക് എത്തേണ്ട പ്രകാശം. ഈ അറിവും ഈ വെളിച്ചവുമാണ് നമുക്ക് ആവശ്യം. ഈ വെളിച്ചമാണ് നമുക്ക് കിട്ടേണ്ടത്. ഈ സൂറത്ത് നൂറ് വീട്ടിലില്ലെങ്കിൽ, സൂറത്ത് നൂറിലെ ആശയങ്ങൾ നമ്മളെ വീട്ടിലില്ലെങ്കിൽ നമ്മളെ വീട് ഇരുട്ടായിരിക്കും, ആ വീട് പ്രയാസകരമായിരിക്കും. നമ്മളെ വീട്ടിൻ്റെ അകത്തും പുറത്തും മതിലിലും ഒക്കെ ബൾബുകൾ ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് ഒരു പുതിയ വീട് കണ്ടില്ല നിങ്ങൾ, വീട് മൊത്തം ലൈറ്റുകൾ കൊണ്ട് അലങ്കരിക്കുക. പുറത്ത് മുഴുവനും ലൈറ്റുകളാണ്, ചുമരിൽ മുഴുവനും, മതിലുകളിൽ മുഴുവനും ലൈറ്റുകളാണ്. എത്ര ലൈറ്റുകൾ അലങ്കരിച്ചിട്ടും കാര്യമില്ല, ആ വീട്ടിൻ്റെ ഉള്ളിൽ ദുലുമാത്തായിരിക്കും, അന്ധകാരമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് നമ്മളെ വീടിൻ്റെ പ്രകാശം ഖുർആനായിരിക്കണം, പ്രത്യേകിച്ച് ഖുർആൻ സൂറത്ത് നൂറായിരിക്കണം. ഈ സൂറത്ത് നൂറ് ആരാ പഠിക്കേണ്ടത്? ആദ്യം ആര് പഠിക്കണം? സ്ത്രീകൾ പഠിക്കണം. നമ്മളെ വീട്ടിലെ മുഴുവൻ സ്ത്രീകളിലേക്കും ഇതിൻ്റെ സന്ദേശങ്ങൾ എത്തണം, ഖുർആൻ എത്തണം, സൂറത്ത് നൂറിൻ്റെ വെളിച്ചം എത്തണം. ഇത് എത്താതെ തുറന്നു നോക്കാതെ അടച്ചു വെച്ച് ജീവിച്ച് മരിച്ചു പോയാൽ നമ്മളെ ഖബറിൻ്റെ അവസ്ഥ എന്തായിരിക്കും, നമ്മളെ പരലോകത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിക്കുക. അള്ളാഹുവിൻ്റെ കലാമ് പഠിക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങി പുറപ്പെടുക, നമ്മളെ കുടുംബത്തെ കൊണ്ടുവരിക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. നമ്മളെ മക്കൾ അള്ളാഹു സ്വാലിയായി മക്കളാക്കി തീർക്കട്ടെ. നമ്മളെ കുടുംബത്തിൽ അള്ളാഹു മനസ്സമാധാനം പ്രദാനം ചെയ്യട്ടെ. നമ്മളെ ജോലിയിലും ഏർപ്പാടിലും എല്ലാം അള്ളാഹു നിയമത്തും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മളെ ആരോഗ്യത്തിലും ആയുസ്സിലും അള്ളാഹു നിയമത്തും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരണപ്പെടാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. എല്ലാവിധ മാരകമായ രോഗങ്ങളിൽ നിന്നും രോഗാവസ്ഥകളിൽ നിന്നും അള്ളാഹു നമ്മളെയും നമ്മളെ പൊന്നു മാതാപിതാക്കളെയും നമ്മളെ മക്കളെയും നമ്മളെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അന്ത തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.